തക്കാളി രസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്ക്. നല്ല പഴുത്ത തക്കാളി കൈകൊണ്ട് ഇതുപോലെ ഉടച്ച് ചട്ടിയിലേക്ക് ഇട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ രുചി അതിഗംഭീരമായിരിക്കും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ രസം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഗ്ലാസ്സിൽ പകർന്നു കുടിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. തക്കാളി രസം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ചേരുവകൾ ചതച്ചെടുക്കാനുണ്ട്. ഒരു 10 ചെറുള്ളി, ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി പുളിക്ക് ആവശ്യമുള്ള വാളംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/2 കപ്പ് വെള്ളത്തിൽ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കാം. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് 2ആയി കീറി ഇതിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ട് വേണം മുളക് ചേർക്കാനായിട്ട്. അതിനുശേഷം ചതച്ച വെളുത്തുള്ളി, ചതച്ചെടുത്ത ഇഞ്ചി, ഉള്ളി ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്ത് ഈ ചേരുവയെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ടീസ്പൂൺ കൊണ്ടാണ് ഇതെല്ലാം അളക്കുന്നത്, അതുകൊണ്ട് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് 1.5 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ചതച്ചെടുത്തതാണ്. ഒത്തിരി പൗഡർ ആകേണ്ട ആവശ്യമില്ല, ഒന്ന് പൊട്ടിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളമാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി 2ആക്കി മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വെള്ള ഭാഗമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 പിടി കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടുക. കുറച്ച് നേരം ഇങ്ങനെ ഞെരടിയതിന് ശേഷം ഇത് തക്കാളിയുടെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളിയുടെ ഓരോ പീസും എടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക. തക്കാളി ഉടക്കുന്നതോടൊപ്പം തന്നെ ഈ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഉടച്ചെടുക്കുക. തക്കാളി കഷ്ണങ്ങളെല്ലാം ഉടച്ചതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ചാലും മതി. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഉടച്ചെടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. പുളിവെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ തക്കാളിയും വേപ്പിലയും കൂടി ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ചൂടാവണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ രസം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ടാവും. തക്കാളിയും ഇതിൽ ചേർത്ത ചേരുവയെല്ലാം നല്ലതുപോലെ വെന്ത് അതിലെ സത്തെല്ലാം ഈ ഗ്രേവിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല മണമാണ് വരുന്നത് കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപാര രുചിയിലുള്ള തക്കാളി രസം റെഡിയായി. തക്കാളി രസം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് വേണ്ട നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഈ തക്കാളി രസത്തിൻ്റെ രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ എത്ര വേണേലും ചോറ് കഴിക്കാം. അതുപോലെ ഗ്ലാസ്സിൽ പകർന്ന് കുടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മൾ അതിലെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുക. അതിനുശേഷം കുടിക്കുക.
നമുക്ക് എത്ര വേണേലും ഈ രസം ഗ്ലാസ്സിൽ പകർന്ന് കുടിക്കാം. ഗ്ലാസ്സിൽ രസം വാങ്ങി കുടിക്കുന്നവർക്കാണെങ്കിൽ ഈ രസം കഴിച്ചാൽ എത്ര വേണേലും കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തക്കാളി രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്